നമസ്കാരം. പ്രൈം ട്യൂട്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു സബ്ജക്ട് തുടങ്ങുകയാണ്, പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ ഇന്ന് 6ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസിന്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് അണ്ടർസ്റ്റാൻഡിങ് ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുസ്വരത അല്ലെങ്കിൽ വൈവിധ്യം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ നമ്മുടെ രാജ്യത്തെ ഡൈവേഴ്സിറ്റിയെ കുറിച്ച്, ഇവിടുത്തെ ബഹുസ്വരതയെ കുറിച്ച് പറയുന്ന ഒരു ചാപ്റ്റർ ആണ് ഫസ്റ്റ് ചാപ്റ്റർ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പ്രത്യേകിച്ച് 6ാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് ആയതുകൊണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലാണ് കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. എന്നാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് വീഡിയോ ഇടുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ ഒരു ചെറിയ കഥയിലൂടെ ഇനീക്വാലിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇനീക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈക്വാലിറ്റി ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ സമത്വം ഇല്ലാത്ത അവസ്ഥയാണ് നമ്മൾ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, റിസോഴ്സസ് ഇതൊന്നും അതേ രീതിയിൽ തന്നെ മറ്റൊരാൾക്ക് ലഭിക്കാതെ ആവുന്നതിനെയാണ് നമ്മൾ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മറ്റേ ആളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇയാൾക്ക് ഇനീക്വാലിറ്റി ഉണ്ട്. അപ്പൊ ഇനീക്വാലിറ്റി എത്രത്തോളം നമുക്ക് കുറച്ചുകൊണ്ട് വരാൻ പറ്റുന്നോ അത്രത്തോളം കുറച്ചുകൊണ്ട് വരണം. അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള രാജ്യം ആകുമ്പോൾ അവിടെ ഇനീക്വാലിറ്റി ഏറ്റവും കുറച്ചുകൊണ്ട് വരണം. സൊസൈറ്റിയിലുള്ള എല്ലാവരെയും അത്യാവശ്യം ഈക്വൽ ആയിട്ട് കണക്കാക്കാൻ സാധിക്കണം. അപ്പൊ ഭരണഘടന നമുക്ക് ഈക്വാലിറ്റി ബിഫോർ ലോ എന്നൊക്കെ പറഞ്ഞ് മൗലിക അവകാശം തരുന്നുണ്ട്. പക്ഷേ നമ്മുടെ സൊസൈറ്റിയുടെ നേച്ചർ മറ്റൊന്നായതുകൊണ്ട് ഇത്രയും ഈക്വൽ ആയിട്ടുള്ള ഒരു സിറ്റിസൺസിനെ നമുക്ക് വാർത്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്രത്തോളം സിറ്റിസൺസിനെ ഈക്വൽ ആക്കാൻ സാധിക്കുന്നോ അപ്പോഴാണ് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് സക്സസ്ഫുൾ ആവുകയുള്ളൂ. അപ്പോൾ ഇനീക്വാലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ പറ്റണം എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ സൊസൈറ്റിയിലെ ഇനീക്വാലിറ്റി ഒക്കെ വരാനുള്ള ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് കാസ്റ്റ് സിസ്റ്റമാണ് അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്ന ഈ ഒരു കാസ്റ്റ് സിസ്റ്റം വളരെയധികം ഇനീക്വാലിറ്റീസ് മനുഷ്യർക്കിടയിൽ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ കാസ്റ്റ് സിസ്റ്റം പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് എടുത്തു കളയാനൊന്നും നമുക്ക് പെട്ടെന്ന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സൊസൈറ്റിക്ക് അകത്ത് ആ ഒരു ഇനീക്വാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഏറ്റക്കുറച്ചിൽ എപ്പോഴും ഉണ്ടാകും. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഒരൊറ്റ രാജ്യമാണെങ്കിലും ഇവിടെ പല കൾച്ചറിലുള്ള ആൾക്കാരുണ്ട്, പല ഭാഷ സംസാരിക്കുന്നവരുണ്ട്, പല വസ്ത്രം ധരിക്കുന്നവരുണ്ട്, പല ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, പല ഡാൻസ് കളിക്കുന്നവരുണ്ട്, പല ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നവരുണ്ട്. അങ്ങനെ 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 വളരെയധികം ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ നമുക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയും ഡൈവേഴ്സ് ആയി കിടക്കുന്ന ഒരു രാജ്യം എന്ന് വേണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ പറയാം. പക്ഷെ ഇത്രയും ഡൈവേഴ്സ് ആണെങ്കിലും, ഇത്രയും ബഹുസ്വരതയാർന്ന ഒരു രാജ്യമാണെങ്കിലും നമ്മുടെ യൂണിറ്റിയാണ് നമ്മളെ ഇതുപോലെ ദൃഢതയാക്കി നിർത്തുന്നത്. അപ്പൊ ഇത്രയും യൂണിറ്റി ഉണ്ടാവാനുള്ള ഒരു കാരണം എന്താണ്? നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഉണ്ടാക്കിയ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കാരണമാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാ പൗരന്മാരെയും ഇന്ത്യക്കാരായി കാണുന്നത് കൊണ്ട്, എല്ലാവർക്കും നിയമത്തിന് മുൻപിൽ ഈക്വാലിറ്റി ഉണ്ടെന്ന് ഉറപ്പ് തരുന്നത് കൊണ്ടാണ് ഇന്ത്യയുടെ ഇത്രയും ബഹുസ്വരതയാർന്ന ജനത ഒരേപോലെ നിൽക്കുന്നത്. അടുത്തത് ഈ ടെക്സ്റ്റിൽ 2 പ്രദേശങ്ങളെ കമ്പയർ ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. കേരളവും ലഡാക്കുമാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. ലഡാക്ക് എന്ന് പറയുന്നത് എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അതൊരു കോൾഡ് ഡെസേർട്ട് ആണ്. പെർമനന്റ് ആയിട്ട് അവിടെ സ്നോ കവർ ചെയ്ത് കിടക്കുകയാണ്. നമ്മുടെ സമ്മർ മാസങ്ങളിൽ കുറച്ച് സ്നോ ഉരുകും. അപ്പോൾ സ്നോ മൂടി കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അവിടെ അഗ്രികൾച്ചർ ഒന്നും കാര്യമായിട്ട് നടക്കില്ല. അവിടുത്തെ ആൾക്കാരുടെ മെയിൻ ജോലി എന്ന് പറയുന്നത് എന്താണ്? ഈ ആടുകളെ മേയ്ക്കുന്നതും അവിടെ നിന്ന് വൂള് കളക്ട് ചെയ്യുകയും പഷ്മിന ഷോള് പോലുള്ള വർക്കുകളൊക്കെ ഉണ്ടാക്കുകയുമാണ്. അപ്പോൾ അവിടെയുള്ളവർ മെയിൻ ആയിട്ടും ഷെപ്പേർഡ്സ് ആണ്. അപ്പൊ ഈ പഷ്മിന ഷോൾ പോലുള്ള വസ്തുക്കളെല്ലാം പല കച്ചവടക്കാരും മലയിടുക്കുകൾക്കിടയിലുള്ള മൗണ്ടൻ പാസ് വഴി അടുത്ത പ്രദേശമായിട്ടുള്ള ടിബറ്റിലേക്ക് കൊണ്ടുപോയി കച്ചവടം നടത്തി. അപ്പൊ ഈ ടിബറ്റൻ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് ട്രേഡിംഗ് നടന്നിരുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അറബ് വംശജര്, ചൈനീസ് ട്രേഡേഴ്സ് ഇവരെല്ലാം ഈ ഒരു പ്രദേശങ്ങളിൽ സന്ദർശിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ടിബറ്റിലേക്ക് ബുദ്ധിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ ലഡാക്കിൽ നിന്നാണ്. അപ്പൊ ബുദ്ധിസ്റ്റുകളായിട്ടുള്ള കുറെ ആൾക്കാർ അവിടെ താമസിക്കുന്നുണ്ട്. 400 വർഷങ്ങൾക്ക് മുൻപ് ഇസ്ലാം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നു. അപ്പോൾ ഒത്തിരി മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാരെയും നമ്മൾക്ക് ഈ ലഡാക്ക് താഴ്വരയിലൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും.
അപ്പോൾ ഹിന്ദുയിസം ഉണ്ട്, ബുദ്ധിസം ഉണ്ട്, ഇസ്ലാം ഉണ്ട്. വളരെയധികം റിലീജിയസ് ഇന്റർമിക്സിങ് നടക്കുന്ന ഒരു സ്ഥലമാണ് ലഡാക്ക് എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ അവിടുത്തെ മുസ്ലിംസും ഹിന്ദുസും ബുദ്ധിസ്റ്റുകളും എല്ലാം ഒരേപോലെ ടിബറ്റൻ എപ്പിക് ആയിട്ടുള്ള കേസർ സാഗ എന്ന് പറയുന്ന ഒരു കാവ്യം ചൊല്ലാറുണ്ട്. നമ്മളിവിടെ രാമായണ മഹാഭാരത എന്നൊക്കെ പറയുന്ന പോലെ ടിബറ്റിലെ വലിയൊരു എപ്പിക്കാണ് കേസർ സാഗ എന്ന് പറയുന്ന ഒരു ബുക്ക്. അതുമായി ബന്ധപ്പെട്ട അതിലെ കവിതകളും അതിന്റെ മറ്റ് കാവ്യങ്ങളൊക്കെ ഹിന്ദുസും മുസ്ലിംസും എല്ലാവരും അവിടെ ചൊല്ലാറുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത സ്ഥലമാണ് നമ്മുടെ കേരളം. കേരളത്തെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇന്ത്യയുടെ സൗത്ത് വെസ്റ്റ് കോർണറിലുള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരളം. ലഡാക്ക് എവിടെ കിടക്കുന്നു, കേരളം എവിടെ കിടക്കുന്നു, ഇത് രണ്ടുമാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ രണ്ട് പ്രദേശങ്ങളുടെയും ജോഗ്രഫി വളരെ അധികം ഡിഫറൻ്റ് ആണ്. കേരളം എന്ന് പറയുന്ന ഒരു പ്രദേശം അത്യാവശ്യം അഗ്രികൾച്ചറിനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. സുഗന്ധ വ്യഞ്ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കേരളം പേര് കേട്ടിരുന്നത്. അപ്പോൾ ഏലക്ക, കുരുമുളക്, അതുപോലെ ഗ്രാമ്പു പോലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇവിടെ വളരെയധികം ഉൽപ്പാദിപ്പിച്ചിരുന്നു. പെപ്പർ, ക്ലോവ്, കാർഡമം. അപ്പോൾ ഈ സുഗന്ധ വ്യഞ്ജനങ്ങളൊക്കെ തേടി അറബ് ട്രേഡേഴ്സും അതുപോലെ ജൂവിഷ് ട്രേഡേഴ്സ് ഒക്കെ ആദ്യം കേരളത്തിലെത്തി. അപ്പൊ ഇവര് വളരെയധികം പൈസയൊക്കെ കൊടുത്ത് കേരളത്തിൽ നിന്നും ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾ വാങ്ങിച്ച് പല സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി കച്ചവടം നടത്തുമായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് സെന്റ് തോമസ് കേരളത്തിൽ എത്തി. അദ്ദേഹമാണ് ഇന്ത്യയിലേക്ക് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന റിലീജിയൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇസ്ലാം റിലീജിയനും പല ട്രേഡേഴ്സ് വഴിയൊക്കെ കേരളത്തിൽ എത്തേണ്ടായി. ഇബിൻ ബത്തൂത്ത എന്ന് പറയുന്ന മൊറോക്കോ വംശജനായിട്ടുള്ള ഒരു ട്രാവലർ കേരളം സന്ദർശിച്ചപ്പോൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഇസ്ലാം കമ്മ്യൂണിറ്റി അന്ന് ഇവിടെ ഭയങ്കര പ്രതാപികളായിട്ടുള്ള വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു എന്ന്. അപ്പോൾ ക്രിസ്ത്യാനിറ്റി, ഹിന്ദുയിസം, അതുപോലെ ഇസ്ലാം പോലുള്ള മതങ്ങൾ ഇന്റർമിക്സ് ചെയ്ത് കൾച്ചർ കിടക്കുന്ന ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത്. പിന്നെയോ ചൈനീസ് ഇൻഫ്ലുവൻസ് കൂടിയുണ്ട്. നമ്മൾ ഇന്നിവിടെ കാണുന്ന ചീനച്ചട്ടി, ചീനവല ഇതെല്ലാം ചൈനീസ് ഇൻഫ്ലുവൻസ് മൂലം ഇവിടേക്ക് വന്നതാണ്. അപ്പോൾ കേരളവും ലഡാക്കും നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ ജിയോഗ്രഫിക്കലിയും അല്ലാതെയും പല ഡിഫറൻസും ഉണ്ട്. പക്ഷെ ചില കാര്യങ്ങളിൽ നമുക്ക് ഒരു സാമ്യത കാണാൻ പറ്റും. അപ്പോൾ അതായത് ലഡാക്കിലെ പശ്മിന ഷോൾ ഉണ്ടാക്കി ട്രേഡേഴ്സ് പല സ്ഥലങ്ങളിലേക്ക് ട്രേഡിംഗ് നടത്തിയെന്ന് നമ്മൾ പറഞ്ഞു. അവിടെ അറബ് വംശജരും അതുപോലെ ചൈനക്കാരും ട്രേഡിങ്ങിന് വന്നിട്ടുണ്ട്. കേരളത്തിലും അറബ് വംശജരും ചൈനക്കാരും ട്രേഡിങ്ങിന് വന്നിട്ടുണ്ട്. കേരളത്തിൽ എന്താണ് മെയിൻ ആയിട്ടുള്ള ട്രേഡിംഗ്? കേരളത്തിന്റെ അഗ്രികൾച്ചർ ചെയ്യാൻ പറ്റുന്ന സ്ഥലമായതുകൊണ്ട് ഇവിടെ സുഗന്ധ വ്യഞ്ജനങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യും. അവിടെ അഗ്രികൾച്ചർ പറ്റില്ല, അതുകൊണ്ട് അവർ ആടിനെ വളർത്തി അതിന്റെ വൂളെടുത്തു ഷോൾ ഉണ്ടാക്കി. അപ്പം രണ്ട് മേഖലകളിലും ഏകദേശം ഒരു കോമൺ ആയിട്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടന്നു പോകുന്നത്. പല റിലീജിയസ് ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നുണ്ട്. ഇവിടെയും അവിടെയും പല കൾച്ചർ ഇന്റർമിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രദേശങ്ങളിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഒരു പ്രദേശത്തേക്ക് പല കൾച്ചറുകൾ വന്ന് ചേർന്ന് ഇന്റർമിക്സ് ചെയ്തിട്ടാണ് ആ പ്രദേശത്തെ ഒരു കൾച്ചർ രൂപപ്പെട്ടു വരുന്നത്. അപ്പൊ നമ്മുടെ ഭാരതം പല കൾച്ചറുകളെയും സ്വീകരിച്ചു, അവരൊക്കെ ഇവിടെ ഇന്റർമിക്സ് ചെയ്തു. ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചർ ഉണ്ടായി. അവസാനം ഈ ചാപ്റ്ററിൽ പറയുന്ന കോൺസെപ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. ഇത് ആക്ച്വലി കോട്ട് ചെയ്യുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പോൾ ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിന്റെ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ബുക്കിൽ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്, ഇന്ത്യയുടെ യൂണിറ്റി എന്ന് പറയുന്നത് പുറത്തു നിന്ന് നമ്മൾ കടമെടുത്തുകൊണ്ട് വന്നതോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടെത്തുന്നതോ അല്ല, പിന്നെയോ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരുന്ന ഒരു യൂണിറ്റിയാണ്. അപ്പൊ ഈ ഒരു യൂണിറ്റി ഉള്ളിടത്തോളം കാലം നമ്മുടെ രാജ്യത്തെ മറ്റാർക്കും ഒരു ശക്തികൾക്കും തകർക്കാൻ പറ്റില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ആ ഒരു ടാഗ് തരുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ മഹത്തായ ഫ്രീഡം സ്ട്രഗിൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ തന്നെ യൂണിറ്റി കാണാൻ പറ്റും. ബ്രിട്ടീഷുകാർ നമ്മളെ അടിച്ചമർത്തിയപ്പോൾ പല കൾച്ചറിൽ പെടുന്ന സ്ത്രീകളും പുരുഷന്മാരും ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടി റോട്ടിലേക്ക് ഇറങ്ങിയതും പ്രൊട്ടസ്റ്റ് ചെയ്തതുമെല്ലാം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അവരെല്ലാവരും ഇന്ത്യൻ പൗരന്മാരാണ് എന്നുള്ള ഒരു ബോധ്യത്തോട് കൂടിയിട്ടാണ്. രാജ്യത്തിന് ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം, ഈ ബഹുസ്വരതയായിരുന്ന ഒരു സമൂഹത്തിലും നമുക്ക് യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റും എന്നൊക്കെ നമുക്ക് മനസ്സിലായി. അപ്പോൾ അത്രയും യൂണിറ്റിയോട് കൂടി നിന്നതുകൊണ്ടാണ് നമുക്കൊരു ഫ്രീഡം സ്ട്രഗിൾ ജയിക്കാൻ പറ്റിയത്. ജാലിയൻ വാലാബാഗിലെ ബ്രിട്ടീഷുകാര് വെടിവെച്ചിട്ടതില് ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമും സിഖുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. അവരെല്ലാം ഇന്ത്യക്കാരായിരുന്നു. അവിടെ വീണ ചോരയെല്ലാം ഇന്ത്യൻ ബ്ലഡ് ആയിരുന്നു. അപ്പോൾ ആ ചോരയുടെയൊക്കെ ഒരു മഹത്വം കാരണമാണ്
നമുക്ക് ഇന്ന് നമ്മൾ ആസ്വദിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം കിട്ടിയത്. രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ നമ്മുടെ നാഷണൽ ആന്തത്തിൽ തന്നെ ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി അദ്ദേഹം വർണ്ണിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും അധികം ബഹുസ്വരതയാർന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയുടെ ബഹുസ്വരതയാണ് നമ്മുടെ സൗന്ദര്യം അല്ലെങ്കിൽ നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കിയ ഒരു പൗരൻ ഒരിക്കലും രാജ്യത്തിന്റെ യൂണിറ്റി തകർക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഈ ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. വലിയ കോൺസെപ്റ്റ് ഒന്നും പറയുന്നില്ല, പക്ഷേ പവർഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് തരുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയും പറഞ്ഞു പോയത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് എല്ലാം കമന്റ് ബോക്സിൽ പറയുക. ഈ ചാനൽ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.